ഖുബാ പള്ളിയോട് ചേർന്ന് വളരെ പരിസരത്തായി കാണുന്ന ബിഅ്റു ഖർസ് എന്ന കിണറാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കിണറുകൾ മദീനയിലുണ്ടെങ്കിലും ഇപ്പോഴും വെള്ളം കുടിക്കാനും കാണാനും പറ്റുന്ന രൂപത്തിൽ സംവിധാനിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ കിണറുകളിൽപ്പെട്ട ഒരു കിണറാണ് ബിഅ്റു ഖർസ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം. അതുപോലെ പലപ്പോഴും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും വെള്ളം കുടിക്കുകയും ഈ വെള്ളത്തിന് ബറക്കത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. സഅദ് ബിൻ ഖൈസമ എന്ന് പറയുന്ന സ്വഹാബിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ മസ്ജിദ് ഖുബാ നിൽക്കുന്ന സ്ഥലം നൽകിയതും ആദ്യമായി സുബഹി നിസ്കരിച്ചതുമൊക്കെ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥലത്താണ്. അവിടുന്ന് നിർദ്ദേശിച്ച സ്ഥലത്താണ് മസ്ജിദ് ഖുബ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കിണറായിരുന്നു. സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ വല്ലിപ്പയാണ് ഈ കിണർ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ 7 തോൽപാത്രത്തിലായി ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്യുകയും ചെയ്ത കിണറാണ് ബിഅ്റു ഖർസ്. മദീന സംഘങ്ങൾ അൽഹംദുലില്ലാഹ് സന്തോഷമായി കണ്ടു. 4 മണിക്കാണ് തുറക്കാറുള്ളത്. തുറന്നു, ഇവിടുന്ന് വെള്ളം കുടിച്ചു. ഇനി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തോട്ടം അങ്ങനെയുള്ള പല ആധാറുകളും കാണുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.